വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. കഴിഞ്ഞ 60 വർഷത്തോളമായി കർത്തൃ ശുശ്രൂഷയിലെ സജീവ സാന്നിധ്യമാണ് പാസ്റ്റർ സത്യനേശൻ. ഭാരതത്തിനകത്തും പുറത്തും നിരവധി സഭകൾ സ്ഥാപിക്കുകയും വിവിധ കൃപാവര ശുശ്രൂഷകളിലൂടെ അനേകരുടെ പാപശാപ രോഗ ദുരാത്മ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലിന് മുഖാന്തരമായി തീരുകയും ചെയ്തിട്ടുള്ള ഈ ദൈവഭൃത്യന്റെ ജീവിത വഴികളും ശുശ്രൂഷ അനുഭവങ്ങളും കർത്താവിൻ്റെ കയ്യൊപ്പ് ചാർത്തപ്പെട്ടതാണ്. ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്, ശുശ്രൂഷ അനുഭവങ്ങളെക്കുറിച്ച്, ആത്മീയ ഉൾക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം ഹാർവസ്റ്റ് TV പ്രേക്ഷകരോട് മനസ്സു തുറക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാർവസ്റ്റ് TV ഒരുക്കുന്ന കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ നിങ്ങളേവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ എത്തിയിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ ഒരു പുരുഷായുസ് മുഴുവനും ഏകദേശം 60-ൽ പരം വർഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ചെലവഴിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇന്ത്യക്ക് പുറത്തും സഭകൾ സ്ഥാപിക്കുകയും ഒട്ടനവധി അനുഭവങ്ങൾ കൈമുതലുള്ള പാസ്റ്റർ സത്യനേശൻ അവരാണ് നമ്മോട് ഇന്ന് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നിശ്ചയമായിട്ടും ഒരു പുതിയ തലമുറയ്ക്ക് ഇതൊരു ആവേശമായി തീരും. തൻ്റെ ആരംഭകാല പ്രവർത്തനങ്ങൾ, തൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവങ്ങൾ, എങ്ങനെയാണ് സഭകൾ സ്ഥാപിക്കാൻ താൻ റിസ്ക് എടുത്തത്, അതുപോലെ തന്നെ തൻ്റെ ശുശ്രൂഷയുണ്ടായ വ്യത്യസ്ത രീതിയിലുള്ള അനുഭവങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ വേലയ്ക്ക് വന്ന വളർച്ച, അതൊക്കെ നമ്മോട് പങ്കുവയ്ക്കാൻ വേണ്ടി പാസ്റ്റർ ഞങ്ങളോടൊപ്പമുണ്ട്. പാസ്റ്റർ, ഹാർവസ്റ്റ് TVയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സ്തോത്രം. പാസ്റ്ററെ, വളരെ സന്തോഷമുണ്ട് താങ്കളെ കണ്ടതിൽ. പാസ്റ്ററുമായി ഒരു ചെറിയൊരു അഭിമുഖം എടുക്കുവാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കേട്ടിട്ടുണ്ട് 60-ൽ പരം വർഷം താങ്കൾ കർത്താവിൻ്റെ വേലയിൽ ദീർഘകാലം അധ്വാനിച്ചുവെന്ന്. ഇന്ന് ഞങ്ങളുടെ പാസ്റ്ററിൻ്റെ പക്കൽ നിന്ന് ചില അനുഭവങ്ങൾ ചോദിച്ചറിയാൻ കൂടെയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. പാസ്റ്റർ, താങ്കളുടെ ശുശ്രൂഷയുടെ ആരംഭകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? 12 വയസ്സിലാണ് ഞാൻ കർത്താവിനെ സാക്ഷിക്കുന്നത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കലാവേദികളിലും അറിയപ്പെട്ടായിരിക്കുന്നതായ ടീമുകളുടെ കൂടെ ഞാൻ ലോകപ്രകാരം പാടിയും ആടിയും നടക്കുകയായിരുന്നു. എന്നാൽ 12ാമത്തെ വയസ്സിൽ ഒരു CSIയിലെ കൺവെൻഷൻ സ്റ്റേജിൽ എന്നോടൊപ്പം പ്രായമുള്ള കുട്ടികളുടെ ഒരു പ്രോഗ്രാം കൺവെൻഷന് വേണ്ടി പാടാനായിട്ട് സ്റ്റേജിൽ വന്നു. 6 ദിവസത്തെ കൺവെൻഷൻ നടന്നു. 6ാം ദിവസം പ്രസംഗിച്ച ദൈവദാസൻ ചോദിച്ചു, രക്ഷിക്കപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ? 10-40ഓളം സഭകളിലായിരിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട്, പക്ഷേ ആരും കരമുയർത്തുന്നില്ല. 6 ദിവസം പ്രസംഗിച്ചിട്ടും ആരും രക്ഷിക്കപ്പെടുന്നില്ലേ? പാടിക്കൊണ്ടിരിക്കുന്നതായ ടീമായ ഞങ്ങളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തു പറയുന്നു കുട്ടികളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കാൻ ആഗ്രഹമുണ്ടോ? എൻ്റെ പേര് ചോദിച്ചത് സത്യനേശൻ. എന്ത് പറയുന്നു? ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നു. കുറച്ച് ഇഷ്ടി വെച്ച് അതിൻ്റെ പുറത്താണ് ഞാൻ ഒരു കുഷ്യനിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മുന്നിൽ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്നതായ രൂപം, മുഖരൂപം പ്രത്യക്ഷപ്പെട്ടു. ആ മുഖത്തേക്ക് ഞാൻ നോക്കി. എനിക്ക് പിന്നെ വർണ്ണിക്കാൻ കഴിയാത്തതായ ഒരു അവസ്ഥ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ വിങ്ങിക്കരഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് അനുഭവം ഉണ്ടായത്, അത് പറയാമെന്ന് ചോദിച്ചു. എനിക്കൊരു വാക്കും യേശുവിനെക്കുറിച്ച് പറയാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറയാൻ അറിയത്തുമില്ല. എന്നെ എല്ലാവരും കൂടെ ഇരുന്ന ദൈവദാസന്മാരെല്ലാം കൂടി ചേർന്ന് പ്ലാറ്റ്ഫോമിലുള്ള മേശയുടെ മുകളിലേക്ക് എടുത്തു നിർത്തി. ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചു. ഞാൻ ക്രൂശിന്മേൽ ക്രൂശിന്മേൽ എന്നുള്ളതായിരിക്കുന്ന പാട്ട് പാടി. പാട്ടിനിടയ്ക്ക് ഈ യേശുവിനെ ഞാൻ ഇങ്ങനെ ക്രൂശി കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞാൻ ചോദിച്ചു,
ഈ യേശുവിനെ കണ്ടതുപോലെ ഈ നിൽക്കുന്ന ആർക്കെങ്കിലും എൻ്റെ യേശുവിനെ ഇപ്പോൾ വേണമെന്ന് ചോദിച്ചു. 117 ആളുകൾ എഴുന്നേറ്റ് വന്ന് ക്യൂ ആയിട്ട് നിന്നു. എൻ്റെ രൂപം അങ്ങ് മാറി, എൻ്റെ ഭാവവും മാറി. നിങ്ങൾക്ക് ആർക്കെല്ലാം യേശുവിനെ വേണം? ശബ്ദത്തിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിന്നവരിൽ 10-20 ആളുകളുടെ ഭൂതങ്ങൾ ഇളകി അലറി താഴെ വീണു, വലിയ ബഹളമുണ്ടാക്കി. അപ്പോൾ ദൈവദാസന്മാർക്ക് ചെന്ന് ശാസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ആ വേദിയിൽ നിന്നുകൊണ്ട് എന്നെ ശാസിക്കാൻ തുടങ്ങി. അന്നു മുതൽ അവിടെ ബാഗിലിരുന്ന ആ ദൈവദാസന്മാരിനോട് പറഞ്ഞ് അടുത്ത ഞായറാഴ്ച എൻ്റെ സഭയിൽ വരണം, അടുത്ത ഞായറാഴ്ച എൻ്റെ സഭയിൽ വരണം. അങ്ങനെ അടുത്ത ഞായറാഴ്ച മുതൽ 12-ാമത്തെ വയസ്സ് മുതൽ ഞാൻ യേശു ക്രിസ്തുവിനെ സ്റ്റേജുകളിൽ സാക്ഷിക്കുന്നതിനും എവിടെ സാക്ഷിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇരിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ ഭൂതങ്ങൾ അലറുകയും അങ്ങനെ ആളുകൾ കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യം കാണാനിടയായി. അതെൻ്റെ ജീവിതത്തിൽ ലോകപ്രകാരമുള്ളായിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും യാത്ര പറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണ സമർപ്പണം ചെയ്തുകൊണ്ട് ഇറങ്ങാനിടയായി. അതാണ് എൻ്റെ ആദ്യകാല ഫസ്റ്റ്. അത് വലിയൊരു അനുഭവമാണല്ലോ പാസ്റ്റർ. ഈ മറ്റാർക്കും കിട്ടാത്ത എത്ര അതുല്യമായിട്ടുള്ള അവസരമല്ലേ. രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ ഞാൻ യേശുവിനെ കണ്ടു. അന്ന് തന്നെ 117 ആളുകൾ രക്ഷിക്കപ്പെട്ടു. ദൈവം അന്നേ തിരഞ്ഞെടുത്തിരുന്നു ഈ അത്ര ആളുകളെ ഞാൻ കർത്താവിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. 12-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. 117 രക്ഷിക്കപ്പെടുന്നു, ഭൂതങ്ങൾ അലറുന്നു. കർത്താവ് അപ്പോഴേ താങ്കളെ തിരഞ്ഞെടുത്തു എന്ന് ബോധ്യപ്പെട്ടിരുന്നോ പാസ്റ്റർ? അതെ. പിന്നെ ഞാൻ 9 മാസം ഉറങ്ങിയിട്ടില്ല. യേശുവെ കണ്ണടച്ചാലും കണ്ണ് തുറന്നിരുന്നാലും എൻ്റെ മുന്നിലുണ്ട്. അന്നും ഇപ്പോഴും എന്തെങ്കിലും വളരെ അത്യാഹിതമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ ഞാൻ കാണാറുണ്ട്. കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് വിഷയമായാലും കർത്താവ് അതിശയകരമായി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആമേൻ. പാസ്റ്റർ, ഈ ശുശ്രൂഷയിലായിട്ട് ഏകദേശം എത്ര വർഷങ്ങളായിട്ടുണ്ട്? അതുപോലെ തന്നെ ഈ കാലയളവിൽ ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും പാസ്റ്റർ ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്? ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഏകദേശം 60-ലധികം വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിട്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കേരളത്തിൻ്റെ ഓരോ ജില്ലകളിലും അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തും ബോംബെയിലും ഒക്കെയും സഭകൾ സ്ഥാപിക്കാൻ കർത്താവ് അവസരമൊരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ വിദേശത്ത് ജർമ്മനിയിൽ പല സ്ഥലത്തും സഭകൾ സ്ഥാപിച്ചു. പാസ്റ്റർ 12-ാം വയസ്സിൽ പാസ്റ്റർ ശുശ്രൂഷ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കണക്കാണ്. ഏകദേശം ഇപ്പോൾ 60 വർഷത്തോളം തികയുന്നു. പാസ്റ്റർ 72 വയസ്സായി അല്ലേ പാസ്റ്റർ? അതെ. ഓക്കെ. പാസ്റ്റർ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ സ്വദേശത്തും വിദേശത്തുമായി എത്ര അധികം സഭകൾ പാസ്റ്റർ സ്ഥാപിച്ചിട്ടുണ്ട്? ഒന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കാം. കേരളത്തിലും വിദേശങ്ങളിലുമായിട്ട് 50-ലധികം സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 50-ലധികം സഭകൾ. 50-ലധികം സഭ. ഇതൊക്കെ പാസ്റ്റർ ശുശ്രൂഷയിൽ കൂടുതലെടുത്ത സഭകളാണല്ലേ? പക്ഷേ അതാണ് ഈ സഭകളൊക്കെ ഈ സഭയുടെ കീഴിൽ മാത്രം 87 സഭയുണ്ടായിരുന്നു. പാസ്റ്റർ ഇപ്പോൾ നിൽക്കുന്നത് മാത്രം 87 സഭയുണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പേരെന്താ പാസ്റ്റർ? പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഇൻ്റർനാഷണൽ. ഓഹോ. ഇതിൻ്റെ കൂടെ 87 സഭകൾ ഇതിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു. എനിക്ക് മാത്രം. എന്നോടുകൂടി 87 പാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അത് കൂടാതെയാണ് അതിന് മുമ്പും പിമ്പും നടത്തിയിട്ടുള്ള സഭകളാണ്, നേടിയിട്ടുള്ള സഭകളാണ് നേരത്തെ ഞാൻ കണക്ക് പറഞ്ഞു. 50-ലധികം സഭകൾ ഞാൻ വേറെ നേടിയിട്ടുണ്ട്. അതിൽ അന്തർദേശീയ സ്വതന്ത്ര ദൈവസഭ ആദ്യകാല പ്രവർത്തനങ്ങളായിരുന്നു. അതൊരു സഭയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഏതാണ്ട് ദൈവദാസന്മാരോട് ചേർന്ന് 40-ഓളം സഭകൾ ഹൈറേഞ്ചിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 87 സഭകൾ കൂടാതെ മൊത്തം ഞാൻ മാത്രം നടത്തിയിട്ടുള്ള സഭകളാണ് 50-ലധികം സഭ.
ജർമ്മനിയിൽ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവിക ദർശനപ്രകാരമാണ് ആ സഭകളൊക്കെയും സ്ഥാപിച്ചത്. ജർമ്മനിയിൽ വിദേശത്ത് എത്ര സഭകൾ സ്ഥാപിച്ചതാണ് അവിടെ? അവിടെ 8 സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജർമ്മൻകാരുടെ ഇടയിൽ, മലയാളികളല്ല. ഓക്കെ, ജർമ്മനിൽ മലയാളി. ജർമ്മൻസിൻ്റെ ഇടയ്ക്ക് മലയാളിയായ നെൽസൺ പാസ്റ്ററുടെ സാന്നിധ്യത്തിൽ ആ സഭകളെല്ലാം. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. പാസ്റ്ററുടെ ശുശ്രൂഷ കാലയളവിൽ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ ഞങ്ങളെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പറ്റുമോ? പ്രാരംഭകാലത്ത് ഉപവാസ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ കർത്താവ് അവിടെ വേല തുടങ്ങാനുള്ള സ്ഥലങ്ങൾ എഴുതി കാണിക്കും. പക്ഷെ ഭാഷ വ്യത്യാസമായതുകൊണ്ട് ആ എഴുതുന്നത് ഞാൻ വായിക്കുന്ന പോലെയല്ല അവർ വായിക്കുന്നത്. ദാസിങ്ങിലൊരു സഭ തുടങ്ങണം എന്ന് കഴിഞ്ഞാൽ ഡാബിങ് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്, ഡാബിങ് എന്ന്. പക്ഷെ അവർ പറഞ്ഞ് ഡാബിങ് അല്ല, ദാസിങ്ങാന്ന് പറഞ്ഞു. കാരണം അപ്പോൾ എഴുതി കാണിച്ചു ഞാൻ കർത്താവിൻ്റെ ദർശനം. അങ്ങനെ ഞാൻ ലുക്ക് ആൻഡ് ജീസസ്, കവ് ഓഫ് ജീസസ് എന്ന് ജർമ്മനിയിൽ പറയും. അതിനൊരു ക്രൂസൈഡ് ആരംഭിച്ചു. അനേക രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട്. 100 മണിക്കൂർ പ്രസംഗം, 100 മണിക്കൂർ ആരാധന, 100 മണിക്കൂർ രോഗശാന്തി, 100 മണിക്കൂർ ബൈബിൾ പാരായണം. ഇങ്ങനെയെല്ലാം 100 മണിക്കൂറാണ്. 100 മണിക്കൂർ കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കാൻ പറ്റും. അങ്ങനെ ഒരു ബാലിംഗ് എന്ന് പറഞ്ഞ ടൗണിൽ ക്രൂസൈഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നാളെ 4 മണിയാകുമ്പോൾ യേശു ആ ഗ്രൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 3:30 മണിയായപ്പോൾ ഞാനും നെൽസൺ പാസ്റ്റർ, അനുജൻ വിൽസൺ പാസ്റ്റർ, നല്ലിക്കുഴി ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ്, അദ്ദേഹം ഞാനും കൂടെ ഓടി 3:30 ആയപ്പോൾ പലരെയും കൊണ്ട് ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി. 10,200 ആളുകൾ ആ സമയത്ത് ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ അപ്രതീക്ഷിതമായി ചുറ്റും മലകളുള്ളായിരിക്കുന്നതായ ഒരു സ്ഥലമാണ് ബാലിംഗ്. അവിടെ ഒരു പ്ലേ ഗ്രൗണ്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾ കൺവെൻഷൻ നടത്തുന്ന കൂടാരം. കൂടാതെ മധ്യഭാഗത്തായിരിക്കുന്ന വലിയ വിശാലമായിരിക്കുന്ന ഒരു പ്ലേസുണ്ട്. അവിടെ ഇറങ്ങി നിന്നു. ഒരിക്കലും ഇല്ലാത്തായിരിക്കുന്ന ഒരനുഭവം, ചുഴലിക്കാറ്റുണ്ടായി. അവിടെ ചുഴലിക്കാറ്റ് അവിടെ ഇല്ല. ചുഴലിക്കാറ്റുണ്ടായി മണ്ണും പൊടിയും എല്ലാം മുകളിലോട്ട് പൊങ്ങി 500 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരു വെളുത്ത മേഘം ഈ ചുഴലിക്കാറ്റിൻ്റെ മധ്യത്തായിട്ടിറങ്ങി. നോക്കുമ്പോൾ ജീസസിൻ്റെ കറക്റ്റ് രൂപം, ആ മുഖം, കയ്യെ, വെളുത്ത വസ്ത്രം, 500 അടിയിൽ കൂടുതൽ ഉയരമുണ്ട്, ആകാശത്തോളം ഉയരമുള്ള യേശു കൃത്യം 4 മണിക്ക് ആ ഗ്രൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ ആയുസ്സിൽ അത്രയും ഉയരത്തിലും വലിപ്പത്തിലും വേറെ ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറത്തിക്കാട് മാവേലിക്കര IPC സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 വർഷമായി ആ സഭയിൽ സ്നാനം നടന്നിട്ടില്ല. IPC സഭയാണ്. ഞാൻ അസംബ്ലി കൊണ്ട് ഒരു ഓർഡൻ പാസ്റ്ററായിരിക്കുമ്പോൾ, അപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ 10 ചെറുപ്പക്കാർ സ്നാനപ്പെടാൻ തയ്യാറായി. അങ്ങനെ ആ 10 പേരും പറഞ്ഞു, 10 വർഷം കൊണ്ട് ഇവിടെ സ്നാനം നടക്കാത്തതുകൊണ്ട് സത്യനേശൻ പാസ്റ്റർ സ്നാനപ്പെടുത്തുന്നെങ്കിൽ ഞങ്ങൾ സ്നാനപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സ്നാനപ്പെടാനൊക്കെ തയ്യാറായിരിക്കുമ്പോൾ 2 കുട്ടികളുടെ പിതാവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ആലയത്തിൻ്റെ ഫ്രണ്ടിൽ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിള്ളേരെ സ്നാനപ്പെടുത്തിയാൽ വലിയ പ്രശ്നം നടക്കുമെന്ന് പറഞ്ഞു. ഇതൊന്നും കേൾക്കാതെ സ്നാനപ്പെടുത്താനായിട്ട് ഞങ്ങൾ പോയി. വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം ആളുകളുമുണ്ട് കരയിൽ, വിവിധ ബ്രാഞ്ച് സഭകളിലെ ആളുകൾ. അപ്പോൾ തന്നെ ഈ കുട്ടികളുടെ പിതാവ് ഈ കുട്ടികളെ അടിക്കുന്നതിന് വേണ്ടി കുളത്തിലേക്ക് സ്കൂട്ടറിൽ ഓടി വരികയായിരുന്നു. എന്നാൽ എതിരെ ഒരു സൈക്കിളിൽ കുറുകെ കപ്പത്തണ്ടും വെച്ച് കെട്ടി വന്നായിരിക്കുന്ന സൈക്കിളിൻ്റെ അടിയിൽ ചെന്ന് കയറി അയാൾ താഴെ വീണു. അങ്ങനെ ഭയങ്കരമായി ശരീരം മുറിവേറ്റു. അയാളെ എടുത്ത് കുളത്തിൻ്റെ കരയെ കൊണ്ടുവന്നു. ശരീരം മുഴുവൻ മുറിവാണ്, വസ്ത്രമൊക്കെ കീറിയിട്ടുണ്ട്.
മോനോട് പറഞ്ഞു, മോനെ നീ സ്നാനപ്പെട്ട നിൻ്റെ ഡ്രസ്സിങ് ഇതാന്ന് പറഞ്ഞു. ആ ഡ്രസ്സ് കൊടുത്തു. അങ്ങനെ അടിക്കാൻ വന്ന അപ്പൻ ആ വെള്ളത്തിൽ സ്നാനപ്പെടാനിടയായി. ഓ ആമേൻ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര അനുഭവമാണല്ലോ പാസ്റ്ററെ. കുഴിക്കാല ശാരോൺ സഭയിൽ പോൾ ഗോപാലകൃഷ്ണൻ സൂക്ഷിക്കുന്ന കാലത്ത് അവിടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൺവെൻഷനിൽ ഒരാൾ സ്നാനപ്പെട്ടു. ആ സ്നാനപ്പെട്ടായിരിക്കുന്ന സഹോദരിയെ അടിക്കുന്നതിന് വേണ്ടി ബോംബെയിൽ നിന്ന് ഭർത്താവിനെ വിളിച്ചു വരുത്തി മർത്തോമക്കാർ. എന്നാൽ അയാൾ വന്ന ഭാര്യയെ അവളുടെ പിതാവും ഭർത്താവും കൂടി ചേർന്ന് പൊതിരത്തല്ലി, മുറിയടച്ച് പൊതിരത്തല്ലി. 10-15 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട്. പക്ഷേ ഞങ്ങൾ രാത്രിയിൽ നല്ലവണ്ണം പ്രാർത്ഥിച്ചു, വേദനയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രഭാതം 4 മണിയാകുമ്പോൾ അടിച്ചയാളും ആ കുട്ടിയുടെ പിതാവും കൂടെ 4 മണിക്ക് സ്നാനപ്പെടാനായിട്ട് വന്നിരിക്കുകയാണ്. വന്നു അവരെ സ്നാനപ്പെടുത്തി വെള്ളത്തിൽ പൊങ്ങി വരുമ്പോൾ സൂര്യനെ ഉദിച്ച് ഒരുമിച്ചായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ സ്നാനപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞാണ് വന്ന് ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ ഭാര്യയെ സ്നാനപ്പെടുത്തുകൊണ്ട് അടിക്കാൻ വന്ന ഭർത്താവിന് പ്രഭാതത്തിന് മുമ്പേ സ്നാനപ്പെടുത്താൻ ദൈവം കൃപിച്ചു. അതൊക്കെ മറക്കാൻ കഴിയാത്തായിരിക്കുന്ന അനുഭവങ്ങളാണ്. പാസ്റ്റർ ശുശ്രൂഷ കാലത്ത് ഏകദേശം എത്ര പേര് പാസ്റ്റർ സ്നാനത്തിലേക്ക് നയിച്ച് കാണും, സ്നാനപ്പെടുത്തിയിട്ടുണ്ടാകും? നല്ലൊരു കൂട്ടം ആളുകളെ സ്നാനപ്പെടുത്തി. ഈ 87 സഭകളിൽ മിക്കവാറുമുള്ള എല്ലാ സ്നാന ശുശ്രൂഷകളും ഞാൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഒരു പ്രാവശ്യം പാലക്കാട് വെച്ച് 56 പേരെ സ്നാനപ്പെടുത്തിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് 56 പേരെ ഒറ്റ പ്രാവശ്യം പാലക്കാട് വെച്ച് സ്നാനപ്പെടുത്തും. വലിയ കുളത്തിൽ, വലിയ ആറ്റിൽ വെച്ച് സ്നാനപ്പെടുത്തും. വലിയൊരു ജനവലി ഉണ്ടായിരുന്നു. ഞാനാണ് സ്ഥാപിക്കുന്നത്. അതിൻ്റെ പിന്നിൽ അനുഭവങ്ങൾ എന്തൊക്കെയാണ് പാസ്റ്റർ? അവിടെ വളരെ വേഗത്തിൽ തന്നെ ആ സഭ അങ്ങ് വളർന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നല്ലൊരു കൂട്ടം ആളുകൾ ആ സഭയിൽ അംഗങ്ങളായി. ഒരു വീട്ടിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ നല്ല ഒരു ഗായകനായ ചെറുപ്പക്കാരൻ്റെ ജ്യേഷ്ഠനാണ് EM ജോർജ്. ആ ഗായകനെ ഞങ്ങളുടെ സഭയിൽ പാടാനായിട്ട് വന്നതുകൊണ്ട് EM ജോർജ് വടിയാളുമായി എന്നെ വെട്ടുന്നത്. EM ജോർജ് എന്ന് പറഞ്ഞാൽ കർത്താവിൽ വിശ്രമിക്കുന്ന പ്രസിദ്ധനായ സുവിശേഷകനായ EM ജോർജ്. ഓക്കെ. അയാൾ കൂലിത്തല്ലുകാരനായിരുന്നു. അയാൾ അനേകം കേസുകളിൽ ക്രിമിനലായിരുന്നു. അയാൾ എന്നെ വടിവാൾ കൊണ്ട് വെട്ടുന്നതിന് വേണ്ടി സഭാ ഹാളിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്നു. ആരാധന കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു. എല്ലാ വീടുകളിലും അയാൾ കയറി പറഞ്ഞു, വിദേശി വരുത്തരുത്, വിദേശിയെ വെട്ടുമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞിട്ടേ ചെയ്തിട്ടുള്ളൂ കാര്യങ്ങൾ. എൻ്റെ കൃത്യനിഷ്ഠയായിട്ട് അയാൾ അവിടെ തന്നെ വന്നു നിന്നു. ഈ സമയം പാസ്റ്റർ പ്രസംഗം ചിന്തിക്കുമായിരുന്നോ? ഞാൻ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുകയാണ്. എന്നെ ആരാധന കഴിഞ്ഞതിന് ശേഷം വെട്ടാൻ വിളിച്ചു. ഓക്കെ. ഞാൻ ഓടിച്ചെന്ന് ചേർന്ന് നിന്നു. അങ്ങോട്ട് മാറിയില്ലെന്ന് പറഞ്ഞു. ചേർന്ന് നിന്നല്ലെങ്കിൽ വടിവാൾ കൊണ്ട് വെട്ടത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ ചേർന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പെട്ടെന്ന് വടിവാൾ എടുക്കാനായിട്ട് പല പ്രാവശ്യം കൈ പൊക്കാൻ നോക്കിയിട്ട് കൈയും കാലും സ്തംഭിച്ചതുപോലെ ആയിപ്പോയി. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളെ ഞാൻ പിടിച്ച് ഒരു കുട്ടിയെപ്പോലെ അയാളെ ഞാൻ കൊണ്ട് ആരാധന സ്ഥലത്ത് വന്നു. ആളുകളെല്ലാം കൂട്ടമായിട്ട് നിലവിളിച്ചു. അവിടെ കൊണ്ടിരുത്തി 3 കാര്യം അവിടെ ഞാൻ പറഞ്ഞു. ഈ 3 കാര്യം 3 ദിവസത്തിനകത്ത് നിറവേറിയില്ല എങ്കിൽ 3-ാം ദിവസം വൈകുന്നേരം എന്നെ നീ വടിവാൾ കൊണ്ടുപോയി പീസായിട്ട് വെട്ടണം. ഞാൻ പ്രതികരിക്കില്ല, നിൻ്റെ മുമ്പിൽ നിന്ന് തരും. അങ്ങനെ 1, എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന എൻ്റെ യേശുവിനെ ഞാൻ എങ്ങനെ കാണുന്നുണ്ടോ അതുപോലെ നീ കാണും. 2, ഞാൻ പറഞ്ഞല്ലാതെ നിനക്ക് ഇന്നു മുതൽ ഉറക്കം വരത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചല്ലാതെ നിനക്ക് ഉറക്കം വരത്തില്ല. 3, നിൻ്റെ പിതാവും ഇന്ന് 3 ദിവസം ബുധനാഴ്ച ഇടുന്ന വൈകുന്നേരത്തിന് മുമ്പ് തന്നെ നിൻ്റെ മടിയിൽ കിടന്നിൻ്റെ പിതാവും മരിക്കും. ഈ 3 കാര്യം നിറവേറിയതുകൊണ്ട് EM ജോർജ് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ആയുധം എല്ലാം ഉപേക്ഷിച്ച് ഈ 3 കാര്യം നിറവേറി. 3 കാര്യം നിറവേറി.
പിന്നെ അതിനുശേഷമാണ് ഞാൻ പ്രാർത്ഥിച്ച് എം ജോർജിന് ഉറങ്ങാൻ അനുവദിക്കുന്നത്. ആ ഉറക്കത്തിൽ ഉറങ്ങാതിരിക്കുമ്പോൾ യേശുവിനെ ദർശനത്തിൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കാണാനിടയായി. ആമേൻ. അതുകൊണ്ട് എം ജോർജ് വളരെ പ്രസിദ്ധനായ അതെ ഒരു അനുഗ്രഹീത പ്രഭാഷകനായ നല്ല ഭാഷാശുദ്ധിയുള്ള ഒരു ദൈവദാസനായി പ്രസംഗിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അനേക നൂറുകണക്കിന് സ്റ്റേജുകളിൽ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ ജർമ്മനിയിലും കൊണ്ടുപോയിട്ടുണ്ട്. അത് ഈ എം ജോർജിൻ്റെ ശുശ്രൂഷ അത്ര പ്രസിദ്ധമായിരുന്നു. ഒത്തിരി ഒരുപക്ഷെ ഒരു കാലം പുതിയ തലമുറക്ക് അറിയത്തില്ലായിരിക്കാം, അത്രയധികം കർത്തനായി പ്രയോജനപ്പെട്ട് അഭിഷിക്തനായിരുന്നു പാസ്റ്റർ എം ജോർജ്. ഇതുപോലെയുള്ള ശക്തന്മാരായ ശുശ്രൂഷന്മാർ പാസ്റ്റർ ശുശ്രൂഷകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. കണക്ക് പറയാൻ പറ്റാത്തതിലുള്ളായിരിക്കുന്ന ചെറുപ്പക്കാരെ എല്ലാം ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ, അവർ എന്നേക്കാൾ നല്ല പ്രസിദ്ധന്മാരായ നിലയിൽ ശോഭിക്കുവാനും ശുശ്രൂഷിക്കുവാനും ദൈവം കൃപിച്ചു. പാസ്റ്റർ, അതുപോലെ ഞാൻ വീണ്ടും കേട്ടിട്ടുണ്ട്, പാസ്റ്ററിൻ്റെ ശുശ്രൂഷയിൽ മാനസിക രോഗികൾ ധാരാളം സൗഖ്യം പ്രാപിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? കേരളത്തിൽ, തമിഴ്നാട്ടിലും അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് മാനസിക രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. ആർക്കും അടുത്ത് ചെല്ലാൻ പറ്റാത്ത ചങ്ങലയിൽ ഇട്ടിരിക്കുന്ന ആളുകൾ, വിസർജനത്തിനകത്ത് കിടക്കുന്ന ആളുകൾ. ഈ കഴിഞ്ഞ മാസം പോലും മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. പ്രാർത്ഥിച്ചിടത്തോളം അവിടെ എല്ലാം കർത്താവ് സൗഖ്യമാക്കാനിടയായി. ഇവരിലെല്ലാം എണ്ണാവുന്ന ആളുകളെ സൗഖ്യമാകാതെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകളെ കൊണ്ടുവന്ന് ചില അനുഭവങ്ങൾ ഈ ഞങ്ങൾ വീട്ടിലും ആലയത്തിലുമായി പാർപ്പിച്ചുകൊണ്ട് മാനസിക രോഗികളെ എൻ്റെ വൈഫും കുട്ടികളും മറ്റ് വിശ്വാസികളായ ചിലരുമൊക്കെ ചേർന്ന് അവരെ നല്ലതുപോലെ ശുശ്രൂഷിച്ച് തിരിച്ചു പോകുമ്പോൾ നല്ല വിശ്വാസികളായിട്ടാണ് ആ മാനസിക രോഗികൾ മടങ്ങിപ്പോയിട്ടുള്ളത്. ഒരു പ്രാവശ്യം തന്നെ 18 മാനസിക രോഗികൾ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. അവരുടെ ആളുകൾ ഈ സഭയിലാണോ? പോത്തങ്കോട് അസംബ്ലി സ്കൂളിൽ വെച്ച്. മാങ്ങാനത്ത് 18 മാനസിക രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. 18 ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. 6 മാസം കൊണ്ട് സഭ 50 കുടുംബങ്ങളെ നേടിയെടുക്കുവാൻ ദൈവം. സഭ ആരംഭിച്ച് 6 മാസം കൊണ്ട് 50 കുടുംബങ്ങളെ ദൈവഭാഗത്തുകൊണ്ട് ദൈവം കൃപ ചെയ്തു. ഈ ചങ്ങലക്കിട്ടിരുന്നവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ചങ്ങലയിൽ നിന്ന് അഴിക്കുമ്പോൾ എന്നെ ഉപദ്രവിക്കാനായിട്ട് കയറി വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവരെല്ലാം ശാന്തമാക്കാൻ പ്രാർത്ഥനയിൽ കൂടെ കഴിയും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബോംബെയിൽ ഒരു പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഓഡിറ്റോറിയത്തിലും മറ്റ് 1-2 സ്ഥലങ്ങളിലുമായി, ഗുജറാത്തിലുമായി 90 പേര് ഭൂതമളയിൽ നിലവിളിക്കാനിടയായി. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറകൾ അവരും കൂടെ അറിയുവാൻ വേണ്ടിയുള്ളത്, എങ്ങനെയായിരുന്നു പാസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഉപവാസ ജീവിതവും ഈ ശുശ്രൂഷ ഇത്രത്തോളം വളർച്ച പ്രാപിക്കുവാൻ ഇടയായി തീർത്തിട്ടുണ്ട്? കൂടുതലും ഉപവാസമാണ്. എല്ലാ വർഷവും 21 ഉപവാസം ദിവസം വീതം 3-4 പ്രാവശ്യം എടുക്കും. ഇനി 10 ദിവസം, 7 ദിവസം, 15 ദിവസം, ഇങ്ങനെ ഒരു വർഷത്തിൽ തന്നെ അനേക പ്രാവശ്യം ഉപവസിക്കും. എല്ലാ ഞായറാഴ്ചയും ഉപവാസമാണ്, എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസമാണ്. ഇങ്ങനെയൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ശുശ്രൂഷയിൽ ഭയങ്കരമായ നിലയിലായ വിടുതലാണ്. വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ വിടുതൽ പ്രാപിക്കും. കൂടുതലും ഉപവാസവും പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയമെടുക്കും. ദൈവത്തിനെ ധ്യാനിക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഓരോ സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോകുമ്പോഴും പ്രത്യേകം ഇരുന്ന് പഠിച്ച്
പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നതായ വചനങ്ങൾ മാത്രമേ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നുള്ളൂ. അല്ലാതെ എനിക്ക് പഴയ ഒരു പ്രസംഗം പ്രസംഗിക്കാൻ വചന പഠനത്തിന് വേണ്ടി അധികം സമയം ചെലവഴിക്കുന്നുണ്ട്. വചന പഠനത്തിന് വേണ്ടി ഒരുപാട് സമയം ഞാൻ ചെലവഴിക്കും. പാസ്റ്റർ, ഈ വചന പഠനം കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പാസ്റ്റർ ഈ ബൈബിൾ കോളേജ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. ഇല്ല. പക്ഷേ പാസ്റ്റർ ചില ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാമോ? അംഗീകരിക്കപ്പെട്ടായ ബൈബിൾ കോളേജുകളിൽ ചാപ്പൽ മീറ്റിങ്ങുകളിലും അല്ലാത്ത പീരീഡുകളിലും ചില പ്രത്യേകമായ സബ്ജക്റ്റുകളെ പഠിപ്പിക്കാൻ സമാഗമന കൂടാരം, അതുപോലെ ലേഖനങ്ങൾ, ആയതുപോലെ തന്നെ പ്രവചന വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അനേക ബൈബിൾ കോളേജുകളിൽ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കൃപാവരങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? കൃപാനോടൊപ്പം കൃപാവരങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബൈബിൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് സമയമെടുക്കും. ഒരുപാട് സമയം ബൈബിൾ ധ്യാനിക്കാനും പഠിക്കാനും ഞാൻ സമയമെടുക്കും. അതെൻ്റെ ഒരു ഹോബി പോലെയാണ്. ബൈബിൾ പഠിക്കുക, മറ്റിതര ഗ്രന്ഥങ്ങൾ വായിക്കുക, നന്നായിട്ട് ബൈബിൾ പഠിക്കും. പഠിച്ച് തെറ്റുകൂടാതെ പ്രസംഗിക്കാൻ ആയിട്ടാണ് ഞാൻ ആഗ്രഹം. എന്നാൽ ലോകം അംഗീകരിക്കപ്പെട്ടതായ സെപ്റ്റജൻ്റ് ഭാഷാന്തരം 72 റബിമാർ ചേർന്ന് ചെയ്തായ ഭാഷാന്തരമുണ്ട്. ആ ഭാഷാന്തരം ലോകം അംഗീകരിക്കപ്പെട്ടതായ വ്യാഖ്യാനമാണ്. അത് തെറ്റുകൂടാതെ നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കും. അത് ഞാൻ പ്രത്യേകിച്ചും ഞാൻ പോത്തങ്കോട് അസംബ്ലീസ് ബോർഡ് സഭയിൽ ശുശ്രൂഷകനെ സഭ ആരംഭിച്ചു. അസംബ്ലീസ് ബോർഡിൻ്റെ സഭ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ 76 കുടുംബങ്ങളുണ്ടായി. മുഴുവൻ കുടുംബങ്ങളെയും ഞാൻ നേടിയതാണ്. എന്നാൽ അവരിൽ 60-ലധികം പേര് ആ ഒരൊറ്റ സഭയിൽ നിന്ന് തന്നെ കർത്താവിൻ്റെ വേല ചെയ്യും. ഓ, പ്രൈസ് ദി ലോർഡ്. ആ ഒരൊറ്റ സഭയിൽ നിന്ന് തന്നെ മിഷണറിമാരായി ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളുമായിട്ട് 60-ലധികം പേര്. എൻ്റെ ശരിക്കുള്ള അറിവ് 67 പേര് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ ഒറ്റ സഭയിൽ നിന്നിറങ്ങി. അവരാരും വേറെ ഒരു സ്ഥലത്തും പോയി ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല. എല്ലാം ഞാൻ പ്രസംഗിക്കുന്ന ആ രീതി എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്തിട്ടാണ് അവർ കർത്താവിൽ തെറ്റുകൂടാതെ പ്രസംഗിക്കാൻ ദൈവം കൃപ ചെയ്യും. വെഞ്ഞാറമൂടിലെ ഈ സ്ഥലം സഭ ഇത് സ്ഥാപിക്കാനുണ്ടായ അനുഭവം എന്താണ്? അത് ഞങ്ങളുടെ പ്രേക്ഷകരമായി ഒന്ന് പങ്കുവയ്ക്കാം. പോത്തങ്കോട് ഞാൻ അസംബ്ലീസ് കൊണ്ട് സഭ അവസാനിപ്പിച്ചിട്ട് കോട്ടയം മാങ്ങാനത്തേക്ക് പോയി. അവിടെയും ഒരു വർഷം കൊണ്ട് 50 കുടുംബങ്ങളെ നേടി 116-ലധികം ആളുകളെ സ്നാനപ്പെടുത്തി. അതിനുശേഷമായിട്ടാണ് ഞാൻ വാടകയ്ക്ക് വെഞ്ഞാറമൂട്ടിൽ വരുന്നത്. പോത്തങ്കോട് അസംബ്ലീസ് കൊണ്ട് സഭയുടെ കെട്ടുപണിയോടുകൂടെ എൻ്റെ 60 സെൻറ്റ് സ്ഥലവും വീടും എല്ലാം നഷ്ടപ്പെട്ടു. അതെല്ലാം വിറ്റാണ് അവിടുത്തെ ആലയപ്പണിയുടെ കടബാധ്യയെല്ലാം തീർത്തത്. എന്നിട്ട് 1 സെൻറ്റ് ഭൂമി പോലും ലോകത്തില്ലാതെയാണ് ഞാൻ വാടകയ്ക്ക് ഇവിടോട്ട് വന്നത്. ഇവിടെ വന്ന് വാടകയ്ക്ക് എടുത്ത ആദ്യ വീട്ടിൽ നിന്നും വാടക കൊടുക്കാൻ 250 രൂപ കൊടുക്കാൻ 1-2 പ്രാവശ്യം മുടങ്ങിപ്പോയതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ആ വീട്ടുടമസ്ഥൻ വെളിയിലിറക്കി. ഞാനില്ലാതിരുന്ന സമയത്തിൽ ഇവരെല്ലാം വെളിയിലാക്കി, സാധനമെല്ലാം വെളിയിലിട്ടു. അങ്ങനെയാണ് ഇവിടുത്തെ ചരിത്രം. 4 വീടുകൾ മാറി മാറി താമസിച്ചു. 5-മതായിട്ട് ഇവിടെ സ്ഥലം വാങ്ങിക്കാനും അതിന് ശേഷമായിട്ടാണ് പിന്നെ വിദേശത്ത് പോകാൻ ദൈവം ഒരു വഴിയൊരുക്കുന്നത്. ദുഃഖങ്ങളിലൂടെ കർത്താവിൻ്റെ വേല ഇവിടെ ദർശനപ്രകാരം സ്ഥാപിക്കാനിടയായി. ഇവിടെ 350 ഏക്കർ ഒരാളിനുള്ളായ ഒരു റബ്ബർ തോട്ടമായിരുന്നു. പോത്തങ്കോട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ തോട്ടം എന്നെ ദർശനത്തിൽ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേര് വന്ന് ഈ ഭാഗത്താണ് ഒരു ചെറിയ വഴി ഇങ്ങനെയുണ്ട് ഫ്രണ്ടിൽ. ആ വഴിയുടെ താഴെയായിട്ട് ഞങ്ങൾ ടർക്കി വിരിച്ച് താഴെ വിരിച്ച് പുല്ലിൻ്റെ മുകളിൽ റബ്ബർ കാട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്ററിന് ദർശനം കിട്ടിയ സ്ഥലമായിരുന്നു ഈ സ്ഥലം. അങ്ങനെയാണ് പാസ്റ്റർ ഇങ്ങോട്ട് വരുന്നത്? അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ. ഇവിടെ വന്ന് ആ ടർക്കി വിരിച്ച് ആ കാട്ടിനിടെ പ്രാർത്ഥിച്ച സ്ഥലം തന്നെ വിലയ്ക്ക് വാങ്ങി
15 സെൻറ്റ് സ്ഥലം വാങ്ങി ഇത്രത്തോളം ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാനിടയായി. ഞാൻ കർത്താവിന് വേണ്ടി എത്ര രൂപ എൻ്റെ വീട് വിറ്റ് കൊടുത്തുവോ, എൻ്റെ സ്ഥലം വിറ്റ് കൊടുത്തുവോ, അതിൻ്റെ എത്രയോ ഇരട്ടി എനിക്കെൻ്റെ ദൈവം തന്നു. ആമേൻ, ആമേൻ. വിശ്വാസജീവി. എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അന്നന്ന് എനിക്ക് എന്താവശ്യമുണ്ടോ കർത്താവിൻ്റെ കയ്യിൽ കൊണ്ടുതരും. ആമേൻ. പാസ്റ്ററിന് വിദേശ സപ്പോർട്ടുകളൊന്നുമില്ലാതെ ദൈവം തരുന്ന നന്മകൾ കൊണ്ടാണ് പല സഭകൾ സ്ഥാപിച്ചിട്ടുള്ളതല്ലേ? ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് സ്ഥിരമായ ഒരു സപ്പോർട്ടില്ല. അന്നുമില്ല, ഇന്നുമില്ല. അങ്ങനെ ഒരു മിഷനറിമാരുമില്ല. ശക്തനായിരിക്കുന്നൊരു യഹൂദനേ ഉള്ളൂ. അത് മുകളിലാണ് ഇരിക്കുന്നത്. ആ കർത്താവാണ് എനിക്ക് എല്ലാം നൽകി തരുന്നത്. ശക്തനായിരിക്കുന്ന ഒരു സഹായി ഇല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ വേണമെങ്കിൽ ശക്തന്മാരെ കണ്ടെത്താം. പക്ഷേ എനിക്കത് യാതൊരു താല്പര്യം ഇന്നുവരെ ഇല്ല. പക്ഷെ മറ്റൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നു. പാസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എത്ര മക്കളാണ്, അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഒന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? എനിക്ക് 4 മക്കളാണ്. മൂത്തവൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവന് ഭാര്യയും 2 ആൺമക്കളുമുണ്ട്. രണ്ടാമത്തവൻ റോബർട്ടാണ്. ബോംബെയിൽ ഒരു കമ്പനിയുടെ വർക്കിംഗ് മാനേജറായിട്ട് ജോലി ചെയ്യുകയും അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ മൂന്നാമത്തെ മകളാണ്. അവനും കർത്താവിൻ്റെ വേലയിൽ നല്ല സഹായിയാണ്. രണ്ടുപേരും ഇന്നിവിടെയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇളയവൻ, അവന് വിവാഹം കഴിഞ്ഞിട്ടില്ല. അവനും കർത്താവിൻ്റെ വേലയിൽ സഹായിയാണ്. നല്ല കീബോർഡിസ്റ്റാണ്. നല്ലപോലെ വർഷിപ്പ് ചെയ്യാനുമൊക്കെ വളരെ നല്ല മിടുക്കനാണ്. അങ്ങനെ 4 പേരും കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. എൻ്റെ ശുശ്രൂഷ വേളകളിൽ എന്നെ വളരെയധികം സഹായിക്കുകയും അതുപോലെ ഇവിടെ കടന്നു വരുന്നതായിരിക്കുന്ന ഏത് തരത്തിലുള്ളതായിരിക്കുന്ന ആളുകളായാലും അവർക്കെല്ലാം നല്ലതുപോലെ ശുശ്രൂഷകൾ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ അവരെല്ലാം നല്ല ദൈവമക്കളാക്കി വിടുന്ന ഒരു ശുശ്രൂഷ വൈഫിനുണ്ട്. ഞാൻ പാസ്റ്റർ ആൻഡ്രിയോട് 1-2 വാക്കുകൾ ചോദിക്കട്ടെ. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ ആസൻ പാസ്റ്റർ അവരോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ പേരിൽ കൈത്താങ്ങൽ കൊടുത്ത ഒരു മാതാവാണ്. പാസ്റ്ററിൻ്റെ വാക്കുകളിൽ നല്ല അതിഥി സൽക്കാരമുള്ള നല്ലൊരു അമ്മാമ്മയാണ്. എന്താണ് ഈ ദീർഘകാലങ്ങൾ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങൾ ചെറിയ വാക്കുകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? ഒന്ന് ഇടുക്കിയിൽ വെച്ച് ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയി, ഒരു ആരാധനയ്ക്ക് പോയി. അവിടെ വർഷങ്ങളായി അവർ കുടുംബമായിട്ട് പിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ്, പെട്ടെന്ന് ഇവിടെ വാ. ഇട്ടിരുന്ന വേഷവുമായിട്ട് വളരെ വിദൂരേന്ന് ഓടി ആലയത്തിൽ വന്ന് കയറി ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിക്കുന്നതായ ഒരനുഭവം ഉണ്ടായി. 2.5 വർഷത്തിന് ശേഷം അവർ ഒരുമിപ്പിച്ച്. അതുപോലെ ബോംബെയിൽ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, വർഷങ്ങളായിട്ട് പിണങ്ങി നിന്നതായ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കുട്ടിയും കുടുംബത്തിലെ ഒരുമിച്ച് വീട്ടിൽ തന്നെ വേറൊരു വഴിക്ക് കടന്നു പോയപ്പോൾ പെട്ടെന്ന് തന്നെ കയറി ഭവനത്തിൽ വന്ന് ഒരുമിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടായി. വിടുതലിൻ്റെ ശുശ്രൂഷകൾ ആൻറ്റി ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുക്കുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. പാസ്റ്റർ, ഈ പുതിയ തലമുറയോടുള്ള ഇന്നത്തെ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിയ ധാരാളം അഭിഷിക്തന്മാരുണ്ട്, ധാരാളം ചെറുപ്പക്കാരന്മാരുണ്ട്. നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് കൊടുക്കേണ്ട കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാനുള്ള സന്ദേശങ്ങൾ ചിലത് ഞങ്ങളെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി എടുക്കുക. സാധാരണ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കണം. രണ്ടാമതായി ദൈവവചനം നല്ലതുപോലെ ധ്യാനിച്ച് പഠിക്കണം, ഉപവസിക്കണം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതനുകരിച്ചാൽ മതി. അവർക്ക് അപാരമായ അഭിഷേകത്താൽ പ്രാർത്ഥനയിലൂടെ ഒരിക്കലും തീർന്നു പോകാത്ത ദൈവകൃപയിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ശക്തനായിരിക്കുന്ന ദൈവ കൃപ
അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് കഴിയുമെന്നുള്ളത് പഠിപ്പിക്കുന്നു. ഇന്നത്തെ തലമുറയോട് എനിക്കതേ പറയാനുള്ളൂ. യെരമ്യാവിൻ പ്രവചനം 2-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ കെട്ടഴിഞ്ഞ് കിടക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് ലോകത്തിനുള്ളത്. അത് സഭകളിൽ പോലുമുണ്ട്. യുവതലമുറയെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല. കൊറോണയെ പിടിച്ചു കെട്ടാൻ കഴിയാത്തതുപോലെയാണ് ഇന്നത്തെ തലമുറയെയും പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല. ആ സ്ഥാനത്ത് പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവജനത്തെ അനുസരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ആയിരങ്ങളെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ക്രിസ്തുവിലേക്ക് നടത്താം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാം. ഈ 60 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ ആത്മീയ ശക്തി നല്ല ശക്തിയോടുകൂടെ കൊണ്ടുപോകുവാൻ ദൈവന് കൃപ തരുന്നതുകൊണ്ട് അന്നത്തേക്കാൾ ഇന്നാണ് രോഗശാന്തി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അന്നൊക്കെ ചെന്ന് പ്രാർത്ഥിച്ചാലേ നടക്കുന്നുള്ളൂ. ഇന്ന് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചാൽ മതി. ആന്തരിക അവയവങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അതുണ്ടാകുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥിക്കുന്ന ഒരാളിൻ്റെ ശക്തി ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല എന്ന് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളിനാണ് ഏറ്റവും കൂടുതൽ ആയുസ് എന്നുള്ളത് ഞാൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു. ശരീരം എങ്ങനെയെല്ലാം പൊഴുത്തു പോയിട്ടും നിർത്താത്ത പ്രാർത്ഥനയും ദൈവാശ്രയം കൊണ്ട് അവസാനം 140 വർഷത്തോളം ഒരു പ്രശ്നവും ഇല്ലാത്തവനായിട്ട് യോബ് ജീവിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന ജീവിക്കാനിടയായി. പ്രാർത്ഥിക്കുന്ന ഒരാളിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം അനുഗ്രഹമാണ്. പക്ഷേ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഹാർവസ്റ്റ് ടി വിയുമായി വന്നപ്പോൾ പാസ്റ്ററിൻ്റെ അനുഭവം പങ്കുവയ്ക്കാനും ഒരു പുതിയ തലമുറയോട് പാസ്റ്ററിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് സന്ദേശം പങ്കുവയ്ക്കുവാനും ഒക്കെ കാണിച്ച നല്ല മനസ്സിന് ഞങ്ങൾ പ്രത്യേകാൽ ദൈവനാമത്തിലും ഞങ്ങളുടെ ഈ മീഡിയയുടെ പേരിൽ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ, കുടുംബം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് കർത്താവ് ദാസൻ പാസ്റ്റർ സത്യനേശൻ അവരിൽ കൂടെ കേട്ട ആ ഭാഗം നമുക്കറിയാം. കഠിന പ്രയത്നം, പ്രാർത്ഥന, ഉപവാസം, ദൃഢനിശ്ചയം ഇതുകൊണ്ടാണ് ധാരാളം വേലകൾ സ്ഥാപിക്കാൻ പറ്റിയതും അതുപോലെ ധാരാളം ശുശ്രൂഷന്മാരെ പുറത്തെടുക്കുവാൻ പറ്റിയതും ധാരാളം സ്നാനങ്ങൾ നടത്തുവാൻ ദൈവം ഉപയോഗിച്ചതും. ആദ്യകാലങ്ങളിൽ ശക്തന്മാരായ അഭിഷക്തന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരാളായിരുന്നു സത്യനേശൻ. തീർച്ചയായിട്ടും ഈ അനുഭവങ്ങൾ വരും തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരും. സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്ററിനോട് നന്ദി കുടുംബമായിട്ട് ഒന്നുകൂടെ അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.